യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു മിനി ക്യാൻവാസ് കണ്ടോ? ഇതിവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പോയപ്പോ കണ്ടതാണ്. വെറും 25 റുപ്പീസ് ഉള്ളു. അത്രയൊക്കെ കണ്ടാൽ നമ്മളിത് എടുക്കാതെ പേപ്പറിലൊക്കെ വരച്ച് പഠിത്തവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നി. കാരണം 25 റുപ്പീസിന് ഒരു ക്യാൻവാസ് ബോർഡ് ആവുമല്ലോ. ശരിക്കും ഇതൊരു മിനി ക്യാൻവാസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ വരച്ച് പ്രാക്ടീസ് ആയിട്ട് വലുതിലോട്ട് പോകുന്നതല്ലേ നല്ലൊരു കാര്യം. എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിന്റിങ് കാണിച്ചു തരാം. അതിനിടയിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെയിന്റൊക്കെ ഇനി തിരിച്ചു കയറ്റിട്ട് അടുത്ത പണിമക്ക് ഞാൻ നിൽക്കും. ഇതൊക്കെ അങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റൂടാ. ഒരു ട്യൂബിന് 100 റുപ്പീസ് ആണ് വരുന്നത്. എന്നാ പിന്നെ എന്തിനാ ഇത്ര റേറ്റിന് വാങ്ങണേ? ആ 25 റുപ്പീസിന്റെ ബോട്ടിൽ വാങ്ങിയ പോരെന്ന് ആദ്യം ചോദിക്കണ്ട. കാരണം ഇതൊക്കെ അന്നത്തെ ഒരു പഞ്ചിന് വാങ്ങിയതാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പെയിന്റിങ്ങിലോട്ട് പോവാം. താഴ്ഭാഗം കുറച്ച് ഡാർക്ക് ബ്ലൂവും മേൽഭാഗത്ത് വൈറ്റും കൊടുത്ത് ഇത് രണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് കളറിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് കാണരുത്. രണ്ടും അത്രത്തോളം മിക്സ് ചെയ്തിട്ട് വേണം ഈ ക്യാൻവാസിൽ നിൽക്കാൻ. അതിന് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്കൈ ബ്ലൂ കൂടെ വെച്ച് ഒന്നും കൂടെ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ശരിക്കും അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റൂ. അതിലാരും ചോദിക്കാനും പറയാനൊന്നും വരൂലല്ലോ. പിന്നെ പേപ്പേഴ്സിൽ ചെയ്യുന്ന പോലെയല്ല, ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ഇതിൽ കളർ ചെയ്യുമ്പോൾ എന്തായാലും സൈഡ് പോർഷൻ അതെന്തായാലും കളർ വെച്ച് കവർ ചെയ്യണം. ഇനി ആ ക്യാൻവാസിൽ കളർ ഒന്നൊന്ന് ഡ്രൈ ആയതിനു ശേഷം, ഡ്രൈ ആവാനൊന്നുമില്ല, നമ്മൾ അക്രിലിക് കളേഴ്സ് ആണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. എങ്കിലും അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിൽ കാണുന്ന പോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. മേൽഭാഗത്തെ ഒരു കോൺ പോർഷനിൽ മാത്രം മതി. ബ്രഷ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ആ കോൺ പോർഷനിൽ വരുന്ന ആ വൈറ്റിന്റെ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് സ്കൈ ചെയ്യുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ ആ ക്ലൗഡ് ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടും. പിന്നെ കയ്യിൽ എപ്പോഴും ഒരു കോട്ടന്റെ പീസ് അത് നിങ്ങൾ കരുതിക്കൊണ്ടി. കാരണം എപ്പോഴും നമുക്ക് ബ്രഷ് ഒക്കെ ഒന്ന് വാഷ് ചെയ്താലേ അത് വെച്ചിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. എപ്പോഴും ഇല്ല, അടുത്തൊരു കളർ എടുക്കുമ്പോൾ എന്തായാലും വാഷ് ചെയ്യണല്ലോ. ഈ പെയിന്റിങ്ങിൽ ഓരോ പോർഷൻ ചെയ്യുമ്പോഴും എന്റെ ബ്രഷിന്റെ ചേഞ്ചസ് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നേരത്തെ ഫ്ലാറ്റ് ആയിരുന്നു, ഇപ്പൊ സൺലൈറ്റ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് പോയിന്റ് ബ്രഷ് ആക്കിയിട്ടുണ്ട്. ഇതുവരെ ലുക്ക് ഇങ്ങനെ പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത രണ്ട് കളർ മിക്സ് ചെയ്യാം, ഗ്രീനും ബ്ലാക്കും. ആക്രിലിക് ചെയ്യുമ്പോൾ നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടാണ് ചെയ്യുക. വാട്ടർ കളറിന്റെ പോലെയല്ല, വാട്ടർ കളർ നേരെ ഓപ്പോസിറ്റ് ആണ്. ലൈറ്റ് ടു ഡാർക്ക് ആണ് അത് വരിക. എന്തായാലും ഗ്രീനും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഇതിൽ വരച്ചെടുക്കാം. ഇതിൽ കാണുന്ന പോലെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വെച്ചാൽ വരച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ശരിക്കും നമ്മൾ ക്യാൻവാസ് ബോർഡിലൊക്കെ വരയ്ക്കുമ്പോൾ ആ ഒരു എസിൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ആ സെയിം പൊസിഷനിൽ വേണം ഏതൊരു ചിത്രം അതിൽ വരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു പോസിലും അതിൽ പെയിന്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് ഇതൊക്കെ കയ്യിലെടുത്ത് തിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചത്. നിങ്ങളാരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. എന്തായാലും ആ ബ്രാഞ്ചസ് ചെയ്ത് ആ സെയിം കളർ വെച്ചിട്ട് അതിൽ കുറച്ച് ലീവ്സ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലിപ്പോ ചെയ്യണ ഈ ലീവ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എക്സാക്ട് ഒരു ലീഫിന്റെ ഷേപ്പ് കിട്ടണമെന്നില്ല. ഒരു പോയിന്റ് ബ്രഷ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മേലോട്ടോ താഴോട്ടോ ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ബ്രാഞ്ചസിന്റെ മേൽഭാഗത്ത് കുറച്ച് ലൈറ്റ് കളർ ലീവ്സും കൂടെ പെയിന്റ് ചെയ്തെടുക്കണം. ഇനി ആ ഒരു പ്രോസസ്സ് പറ്റാത്തവർക്ക് ഇതാ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു പ്രോസസ്സും ചെയ്യാം. ഇത് രണ്ടും ഞാനൊരു ക്യാൻവാസിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഐ തിങ്ക് ബിഗിനേഴ്സിന് ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത് ഇതായിരിക്കും. ഡാർക്ക് ഗ്രീൻ എന്ന് മൊത്തത്തിൽ പരത്തി കൊടുത്ത് അതിന് മേലോട്ട് ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് ലീവ്സ് വരച്ചെടുത്താൽ മാത്രം മതി. ഇതില് ഇപ്പൊ ചെയ്തെടുത്ത ലീഫിൽ ഞാൻ കുറച്ച് യെല്ലോ ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുക്കുന്നു. ഇതിനും പ്രത്യേകം ഷേപ്സ് ഒന്നും വേണമെന്നില്ല. നമ്മുടെ ബ്രഷ് പോയിന്റ് വെച്ചിട്ട് ഒന്നങ്ങോട്ട് കുത്തി കൊടുത്താൽ മാത്രം മതി. ആക്ച്വലി ഇതൊക്കെ ലോങ് സെറ്റ് പെയിന്റിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ആയിരിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് അത്രയും പെർഫെക്റ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ആരും പറയാണ്ട് കിട്ടും. ഇത് ഇത്രയും പറഞ്ഞ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഈ പെയിന്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് മാത്രമല്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലെന്നുള്ള അതും കൂടി ഒന്ന് പറയണേ. അപ്പൊ നമ്മളെ സ്ഥിരം നിങ്ങളെ റേറ്റിംഗ് അത് ഇതിന് പറയാൻ മറക്കണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ സൈനിങ് ഓഫ് യുവർ 10 Zone.